എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്, വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്, വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. പകലിൽ നീളെ നീയൊരു പന്തിനൊപ്പം പായുന്നു, പകലോനസ്തമിച്ചാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ولا تخف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب.
أترضى أن تكون رفيق قوم لهم زاد أنت بغير زادي ولست أبالي حين أقتل مسلما على أي جنب كان لله مصرعي. മുജാഹിദ് ആദർശ സംരക്ഷണ വേദി കോഴിക്കോട് സിറ്റി മണ്ഡലം സംഘടിപ്പിക്കുന്ന ജിന്ന് വിവാദം കുപ്രചരണങ്ങൾക്ക് മറുപടി എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടിയിൽ ഇതിൻ്റെ വേദിയിലും ഈ ഇൽമിൻ്റെ മജ്ലിസിലും സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ, സ്നേഹാദരണീയരായ കാരണവന്മാരെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവരായ നാട്ടുകാരെ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വയലറ്റ് ശ്രോതാക്കളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് സദാ പോറ്റിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കണിശമായി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖത്തിൽ ഉണർത്തുകയാണ്. സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളീയ മുസ്ലിമീങ്ങളിൽ വളരെ കാലങ്ങളായി നടന്നുവരുന്ന അബദ്ധമായ അനവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളരെ ശക്തിയായി കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അനുഷ്ഠിച്ചു വരികയും അതിനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ലേബിളിൽ നിന്നുകൊണ്ട് ഒരു പറ്റം പുരോഹിതന്മാർ അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലിൻ്റെ സുന്നത്തും ദുർവ്യാഖ്യാനം ചെയ്ത് സകല ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളും ഈ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഈ ഒരു അവസ്ഥയിൽ അതിനു വേണ്ടി ആ ശക്തമായ ഖുറാഫാത്തുകളെ പ്രമാണങ്ങൾ കൊണ്ട് എതിർത്തുകൊണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ അമർന്ന പാമരരായ ആളുകൾക്ക് നേർപ്പദം കാണിച്ചു കൊടുക്കുന്ന മഹത്തായ തൗഹീദി പ്രബോധന സംരംഭത്തിൽ അംഗങ്ങളാകേണ്ട നമ്മൾ അതിനുവേണ്ടി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പരമാവധി ഒഴിഞ്ഞുവെച്ച് ഇന്നും മുന്നോട്ട് പോകുന്ന നമ്മൾ സഹോദരങ്ങളെ, ഇവിടെ ഈ മഹത്തായ പ്രസ്ഥാനത്തെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കയ്യിലാക്കുകയും എന്നിട്ട് നിലനിൽപ്പിന് വേണ്ടി മുവഹിദുകൾക്ക് നേരെ ശിർക്കാരോപിച്ച് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ നിസ്വാർത്ഥമായി അംഗങ്ങളാകുന്ന പ്രവർത്തകർക്ക് നേരെ അനവധി കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് മുജാഹിദുകളെ തമ്മിലടിപ്പിച്ച് ചേരിതിരിവുണ്ടാക്കി ഈ മഹത്തായ സംഘടനാ സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ഈ പ്രസ്ഥാനത്തിനകത്ത്
പലയിടങ്ങളിലും വേദി കെട്ടിക്കൊണ്ട് ദുരുപയോഗം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ കുപ്രചരണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് അനിവാര്യമായ ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി സഹോദരങ്ങളെ സമയം ചെലവഴിച്ച് ആ വിമർശനങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് പ്രാമാണികമായി തത്തുല്യമായ രീതിയിൽ തന്നെ മറുപടി നൽകി മുന്നോട്ട് പോകുവാനാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ആമുഖത്തിൽ ഉണർത്തുകയാണ്. ഇവിടെ കേരളത്തിലുടനീളം മുജാഹിദ് മഹല്ലുകളിൽ വന്ന് മുജാഹിദുകൾക്കിടയിൽ സഹോദരങ്ങളെ ജിന്ന് വിവാദം കടത്തിക്കൊണ്ടുവന്ന് നമുക്കില്ലാത്ത വാദം നമ്മുടെ മുതുകിൽ കെട്ടിവെച്ച് ഈ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിലെ തന്നെ പുരോഹിതന്മാരും അതുപോലെ തന്നെ അന്യമത വിഭാഗങ്ങളിലെ വ്യത്യസ്തമായ ചിന്താധാരകളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളും വെച്ചു പുലർത്തുന്ന അബദ്ധമായ ചില പ്രാകൃതമായ ചില വിഷയങ്ങൾ അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഈ ജിന്നുവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് അനസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് കേരള നേതൃത്വ മുജാഹിദീനിന്റെ ബാനർ, അതിന്റെ വേദി പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഹോദരങ്ങളെ ഈ ശിർക്ക് പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന അതിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരലോകത്തെ കൃത്യമായി ഓർക്കണം. പടച്ച തമ്പുരാന്റെ ദർബാറിൽ ഒറ്റക്ക് വിചാരണ ചെയ്യപ്പെടുന്നതിനെ ചിന്തിക്കണം. കാരണം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അല്ലാഹു തആല പറയുന്നു, വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് എന്താണ് പറയുന്നത്? നിങ്ങളെ റബ്ബിന്റെ സന്നിധിയിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം ആ ദിവസത്തിന്റെ പ്രത്യേകത, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം കൃത്യമായി നിങ്ങൾക്ക് നൽകുന്ന ലോകമാണ്. വഹും ലാ യുദ്ലമൂൻ. ഒരു തരിമ്പ് പോലും നിങ്ങളോട് അനീതി കാണിക്കുകയില്ല. അവ നീതിയുക്തമായ വിചാരണ അല്ലാഹു തആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം പടച്ച തമ്പുരാൻ നൽകും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത്, ആ ഒരു ചിന്ത ഇല്ലാത്ത ആളുകളെ അന്ധമായി തക്ലീദ് ചെയ്തുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള വേദികൾ നൽകി ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ വിരിമാറ് കീറിമുറിച്ച് ആദർശ രംഗത്ത് ഒരുമിച്ച് നിൽക്കുന്ന മുജാഹിദുകൾക്കിടയിൽ ചിത്രതയുണ്ടാക്കുന്ന പ്രവർത്തനം വളരെ മാരകമായ തിന്മ വിതക്കുന്ന, ശിക്ഷ ഏറ്റുവാങ്ങുന്ന കാര്യമാണ് എന്ന് ആമുഖത്തിൽ തന്നെ ഞാൻ ഉണർത്തുകയാണ്. കാരണം യാതൊരു ലജ്ജയുമില്ലാതെ, ഒരു തരിമ്പ് ഈമാനിന്റെ അംശമില്ലാതെ, പടച്ചറബിനെ പറ്റി യാതൊരു ഭയവുമില്ലാതെ സഹോദരങ്ങളെ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന് തൗഹീദിന് വേണ്ടി ഘോരഘോരം ശബ്ദിച്ച, ഹദീസ് നിഷേധികൾക്കെതിരെ ശക്തമായി മറുപടി പറഞ്ഞ് മുന്നോട്ട് പോയ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വികലമായ രാഷ്ട്രീയ നിലപാടുകളെ പ്രമാണമുദ്ധരിച്ചു ഖണ്ഡിച്ചിരുന്ന അനസ് മുസ്ലിയാർ ഇന്ന് ആ പ്രവർത്തന ഗോതയിൽ നിന്നെല്ലാം മാറി മുജാഹിദുകൾക്ക് നേരെ വന്ന് അദ്ദേഹം ഇവിടെ പരാമർശിച്ച ചില വിഷയങ്ങൾ നമ്മൾ അഭിനവ സാമരികൾ എന്നാണ്, അതുപോലെ നാം ജൂതറബ്ബിമാരാണെന്നാണ്, അതുപോലെ തന്നെ മനുഷ്യരുടെ പേരിൽ അനവധി സംഘടനകൾ ഇവിടെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു ജിന്നിന്റെ പേരിൽ ഒരു വിഭാഗം സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ജിന്നുവാദികളായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുകയും അനവധി വ്യക്തികളെ വളരെ മോശമായ രൂപത്തിൽ പരിഹാസ്യമയമാക്കിക്കൊണ്ട് സഹോദരങ്ങളെ കടന്നു പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ അനസ് മുസ്ലിയാരുടെ കപടമുഖം ഇവിടെ ഈ അവസരത്തിൽ പറിച്ചു ചീന്താൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിൽ ആദർശരംഗത്ത് ഉറച്ചു നിന്ന കാലത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആ മഹത്തായ ആദർശ പ്രസ്ഥാന രംഗത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ഇന്ന് താൽക്കാലികമായ ദുനിയാവിന്റെ ചുരുങ്ങിയ ലാഭങ്ങൾക്ക് വേണ്ടി പാരത്രിക ലോകത്തെ ശാശ്വതമായ വിജയം വലിച്ചെറിഞ്ഞ്
ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളായ പണ്ഡിതന്മാർ സലഫുസ്വാലികളുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവരെ പുലർത്തിപ്പോന്നിരുന്ന ആദർശങ്ങളെ ചില വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില കോക്കസുകളുടെ മെഗാഫോണായി വർത്തിച്ച് മാറ്റുകയും എന്നിട്ട് രംഗത്ത് വരികയും ചെയ്ത് നമുക്ക് നേരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ കപടമുഖം ഇവിടെ വലിച്ചു ചീന്താൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. അനസ് മുസ്ലിയാരെ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ എൻ്റെ ക്ലിപ്പിങ്ങിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുക. അതാണ് ഇന്നിവിടെ ഇൻഷാ അല്ലാഹ് നടക്കാൻ പോണത്. ഈ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പവിത്രമായ ആദർശത്തിന് നേരെ ചീറിപ്പാഞ്ഞു വന്ന ഈ വിഷം ചീറ്റുന്ന പാമ്പ്, മുവഹിദുകൾക്ക് നേരെ ഈ വിഷം, ശിർക്കിന്റെ വിഷം കുത്തിവെച്ച ഈ പാമ്പിനെ സഹോദരങ്ങളെ സമൂഹ മധ്യത്തിൽ കൃത്യമായി പിടിച്ചു നിർത്തി അദ്ദേഹത്തിന്റെ തൊലിയിലൂടെ, അദ്ദേഹത്തിന്റെ മജ്ജയിലൂടെ, അദ്ദേഹത്തിന്റെ മാംസത്തിലൂടെ തന്നെ ആ ശിർക്കാരോപണത്തിന്റെ വിഷം ഇറക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇവിടെ അദ്ദേഹം വന്ന് വിശുദ്ധ ഖുർആനിലെ തൗഹീദിന്റെ ആയത്തുകൾ വളരെ ഗംഭീരമായി ഓതുകയും പടച്ച തമ്പുരാന്റെ ഉന്നതമായ മഹത്വങ്ങളെ എടുത്തു പറയുകയും ചെയ്ത് സഹോദരങ്ങളെ ഘോരഘോരം പ്രസംഗിച്ചു. പുതുമയോടുകൂടി ആ വിഷയങ്ങളെ നോക്കിക്കാണുന്ന ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും, സുബ്ഹാനല്ലാഹ്, മുജാഹിദുകൾക്കിടയിൽ ഒരു വിഭാഗം അങ്ങേയറ്റം പ്രാകൃതമായ വിശ്വാസത്തിലേക്ക് പോവുകയും അവരെ തൗഹീദിന്റെ ആയത്തുകൾ ഓതി തിരിച്ചു കൊണ്ടുവരേണ്ടിയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് തന്നെ വന്നല്ലോ എന്ന്. കാരണം മൂപ്പര പ്രകടനം ആ രൂപത്തിലാ പോയത്. പക്ഷേ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സംഘടനാ സംവിധാനങ്ങളെ ചൂഷണം ചെയ്ത് സമാന്തര സംവിധാനം പുറത്തുണ്ടാക്കി പുറത്തുപോയ മടവൂരികളുടെ പ്രവർത്തനം കണ്ടുപിടിച്ച, അവർക്ക് കൃത്യമായി മറുപടി പറഞ്ഞ ഒരേ ഗോതയിൽ നിന്ന് ഞങ്ങൾക്ക് അത് കേട്ടിട്ട് യാതൊരു ഭാവമാറ്റമില്ല, യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല. എന്തുകൊണ്ട്? തൗഹീദിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഷിർക്കിന്റെ ഗൗരവം നിസാരമാക്കിയത് കൊണ്ടല്ല. ഈ മുസ്ലിയാരുടെ ഈ തൗഹീദിന്റെ ആയത്തിലും ഈ ഷിർക്കിന്റെ ഗൗരവം പറയലിലും തരിമ്പ് ഈമാൻ ഹൃദയത്തിലില്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് വ്യക്തമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. കാരണം എന്താ അറിയോ, വർഷങ്ങൾക്ക് മുമ്പ് ഈ ആരോപണങ്ങളുമായി കേരളത്തിൽ മടവൂരികൾ കടന്നു വന്നപ്പോ വളരെ കൃത്യമായി അനസ് മുസ്ലിയാർ തന്നെ അവരോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. പുതിയതായൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അഥവാ മടവൂരികൾ തൗഹീദിന്റെ ആയത്തുകൾ ഓതി, ഷിർക്കിന്റെ ആയത്തുകൾ ഓതി, എന്നിട്ട് മുജാഹിദുകളുടെ മുമ്പിൽ പറഞ്ഞു, ഇതാ നമ്മൾ ആ ഷിർക്കിലേക്കാണ് പോയത്, നമ്മൾ ആ തൗഹീദിൽ നിന്നാണ് അകന്നത് എന്ന്. അന്ന് ഈ അനസ് മുസ്ലിയാർ പറഞ്ഞത് ഞാനിപ്പോൾ അനസ് മുസ്ലിയാരോട് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് കൃത്യമായി നിങ്ങളൊന്ന് കേട്ടോളൂ. അതുകൊണ്ട് ഇവിടെ തൗഹീദിന്റെ ആയത്തുകൾ ശരവർഷങ്ങളായി ഓതുകയും ഒരല്പം ഈളത്തിൽ അദ്ദേഹം പിന്നെ ജനഹൃദയങ്ങളിൽ സ്വാധീനം നേടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തെങ്കിൽ അത് തികച്ചും ഈമാനില്ലാത്ത കപട ആത്മീയതയുടെ ആ പ്രവർത്തനമാണ് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യമാകാൻ ആദ്യമായി നിങ്ങൾ ആ മുസ്ലിയാര് മടവൂരികളെ വിമർശിച്ചുകൊണ്ട് ഇതേ വിഷയത്തിന് മറുപടി കൊടുത്തൊരു ഭാഗം നിങ്ങൾ കേൾക്കുക. അർത്ഥം പറയാണ്. അതുപോലെ തന്നെ എന്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഖുൽ ദുഅല്ലദീന സഅംതും മിൻ ദൂരി തുടങ്ങിയ തൗഹീദിന്റെ ആയത്ത് മുഴുവൻ ഓതുക. അയാളുടെ പ്രസംഗം കേട്ടാ തോന്നാ എന്താന്നല്ലേ, ഏതോ ഖുറാഫിക്ക് മറുപടി പറയാന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ദുരുദ്ദേശം. അത് തന്നെയാണ് നിങ്ങളുടെയും ദുരുദ്ദേശം. ഇത് സതുദ്ദേശമെന്നും മടവൂരികൾ എന്ന് തൗഹീദിന്റെ ആയത്തോതിയിട്ട് നമുക്ക് നേരെ ശിർക്കാരോപിച്ചത് ദുരുദ്ദേശമാണെന്നും പറയുന്നതിൽ അർത്ഥമില്ല മുസ്ലിയാരെ. കാരണം ഞങ്ങളൊക്കെ പ്രമാണമനുസരിച്ച് തെളിവിന്റെ പിൻബലത്തിൽ ജീവിച്ച് മുജാഹിദായവ, അന്ധമായ തക്ലീദിന്റെ ആളുകളല്ല, കാലകീല കേട്ട് വിഴുങ്ങുന്നവരല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം സതുദ്ദേശമല്ല, ദുരുദ്ദേശം തന്നെയാണെന്ന് ഞങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്. ബാക്കി കേട്ടോളി. അല്ലാതെ ആയത്തോതി കൂലി വാങ്ങുക എന്നതായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ഈ ഇടവണ്ണയിൽ വന്ന് കബളിപ്പിച്ചു പോകാമെന്ന് വിചാരിക്കണം മക്കളെ. നിങ്ങൾ അങ്ങനെ ഈ കോഴിക്കോട് വന്നുകൊണ്ട് കബളിപ്പിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ എവിടെയൊക്കെ ഈ ഷിർക്കിന്റെ പ്രചാരണവുമായി മുവഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ച് രംഗത്ത് വരുന്നുണ്ടോ
വരുന്നിടത്തെല്ലാം നിങ്ങളുടെ പിന്നിൽ ഞാനുണ്ട്, ഞങ്ങളുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഞാൻ പ്രത്യേകം അത് പറയാൻ കാരണം എന്താ അറിയോ, ഈ അനസ് മുസ്ലിയാർക്ക് തന്നെ ഈ ഉള്ളവൻ സഹോദരങ്ങളെ 15 സ്ഥലത്ത് അപ്പൊ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒരൊറ്റ സ്ഥലത്തും ഈ സഖാഫിയെ പോലെ അഹ്സനിമാരെ പോലെ തങ്ങളുടെ കൈകളിൽ നിന്ന് അബ്ദുറഹ്മാൻ സലഫി കൊടുത്ത റെഡിമെയ്ഡ് ക്ലിപ്പുകൾ മുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിതറുക എന്നതല്ലാതെ മറുപടി തീർത്തു പറഞ്ഞാൽ മുസ്ലിയാർ രണ്ടാമത് വരൂല. ഞങ്ങൾക്കറിയാം അനസ് മുസ്ലിയാർ എവിടെയും വന്നിട്ടില്ല. പിന്നെ 14 സ്ഥലങ്ങളിൽ പറഞ്ഞതാ, ഈ കോഴിക്കോടടക്കം 15ാമത്തെ സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ശിർക്കാരോപണ സമ്മേളനം നടത്തി ഈ മുസ്ലിയാരെ കൊണ്ടുവന്ന് വിഷം സീറ്റിച്ച ഇതിന്റെ കോക്കസുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അനസ് മുസ്ലിയാർക്ക് CD കൊണ്ടുപോയി കേൾപ്പിക്കണം, എന്നിട്ട് മൂക്കയറിട്ട് വലിച്ചു കൊണ്ടുവരണം. ഇവിടെ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി നമുക്ക് തുടർന്നു പോകണം. കാരണം മുജാഹിദ് പ്രസ്ഥാനം ഖണ്ഡനങ്ങളെ ഭയപ്പെടുന്ന പ്രസ്ഥാനമല്ല, ഖണ്ഡനങ്ങളെ ഭയപ്പെടുന്ന പ്രസ്ഥാനമല്ല. ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച തന്നെ ഖണ്ഡന മണ്ഡലങ്ങളിലൂടെയാണെന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആയത്തോതി ശിർക്കാരോപിച്ച് തടിതപ്പാൻ ശ്രമിക്കണ്ട, നിങ്ങളെ ഞങ്ങൾ വിടില്ല എന്നാണ് പറയാനുള്ളത്. ബാക്കി കേട്ടോളി. ഇത് തന്നെ, ഇത് എത്ര കുതന്ത്രം കണ്ടതാ. എന്ത് ഇന്തദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. എന്ന് മുജാഹിദിൽ വിളിച്ചിട്ട് പറയാ, എന്ത് ഇന്തദൂഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അതേ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല, ഇനി കേട്ടാൽ തന്നെ ഉത്തരം തരൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവിടെ വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയത്തോത, അങ്ങനെ അലീമുല്ല ആയത്തോത് നിർത്തി കഴിയുമ്പോ മച്ചാൾ എണീക്ക, ഏത് നമ്മുടെ ഈ സാധനെ ഈ അഴുക്കിയാൽ എണീറ്റിട്ട് പറയാ, എന്ത് കണ്ടോ എത്ര വിഷമകരമാണ് സാഹചര്യം, നമ്മുടെ ആളുകളോട് പോലും നമ്മൾ ഇത്രയും കാലം ഖുറാഫികളോട് തോതിക്കൊടുക്കേണ്ട അവസ്ഥയല്ലേ നമുക്ക്. ഹൗ എന്ത് കഷ്ടപ്പാടായി പോയി. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം, അങ്ങനെങ്കിലും ആ ആയത്തേക്കൊന്ന് ഓർത്തു വരട്ടെ. കുറെ കാലമായല്ലോ അത് മറന്നു കിടക്കുകയാണല്ലോ. കാര്യം മരം നട്ട് തീർന്നിട്ട് സമയമില്ല. കാര്യം മടവൂരികൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്ന് വെച്ചാല് അവസാനം ഈ ജിന്നും പിശാചൊന്നും പിടുത്തം കിട്ടില്ല, എന്ത് ചെയ്യും, എല്ലാം മരത്തിലും കയറി ഇരിക്ക എന്ന വിചാരത്തിൽ നേരത്തെ തന്നെ മരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വെച്ചിട്ട് ഇവിടെ ഖുറാഫികൾ പോലും പേരോട് പോലും ഇതുപോലെ സദസ്സിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് മുജാഹിദുകൾ ആ ശിർക്കിലേക്കെന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോ എന്താണ് മുജാഹിദുകൾക്കുണ്ടായ ശിർക്ക് എന്ന് അത് പ്രചരിപ്പിച്ച മടവൂരികളെ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോ, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നവമടവൂരികളെ നിങ്ങൾക്കും അത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. ഈ കേരളത്തിലുള്ള നീളം നിങ്ങള് സക്കരിയ സ്വലാഹിയുടെ 2 ക്ലിപ്പുകൾ ഇട്ട് ഇസ്ലാഹ് മാസികയിലെ ചില ഉദ്ധരണികൾ കോട്ടിമാറ്റി വായിച്ച് മുവഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ച് രംഗത്ത് വരുന്നു എന്നതല്ലാതെ ഇപ്പോഴും ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ നിങ്ങൾക്ക് പ്രാമാണികമായി മറുപടി പറയാനോ അത് കൃത്യമായി തെളിയിക്കാനോ സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശവും ഞങ്ങൾക്ക് ഇവിടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേട്ടോളൂ ബാക്കി നിങ്ങൾ. വളരെ വ്യക്തമായി പറയുകയാണ്, ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ജിന്ന്. മടവൂരികൾ ഇപ്പോ ചിരിക്കാൻ വലിയ കാത്തിരിപ്പുണ്ടാവും, പക്ഷെ ചിരിയൊന്നും വല്ല ആരെങ്കിലും അടുത്തോട്ട് ദിക്കിട്ട് കൊടുത്തേക്കണം. മനസ്സിലായോ? വലിയ ചിരിയായിരുന്നു ഇതൊക്കെ പറയുമ്പോഴേ. ഇപ്പൊ വലിയ ചിരിയൊന്നും ഉണ്ടാവൂല നിങ്ങൾക്ക്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നന്നായി നിക്കിലിട്ട് ചിരിച്ചോ. മലയാളം മനസ്സിലായിട്ടില്ല എങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്? ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. എന്തേ? സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് എന്ന് പറഞ്ഞ ജിന്നിന് കഴിയുന്നു. ഓ ശിർക്ക്. കാരണം എന്താ? ആ ജിന്നിന് കഴിയുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ശിർക്ക്. ആയിക്കോട്ടെ. 1 2 അമാനുവല് പറയണേ, അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്ത് അറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളയിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും.
സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സക്കരിയ സലാഹിയല്ല, ശംസുദ്ദീൻ പാലത്തല്ല, അമാനി മൗലവി. അമാനി മൗലവി എന്തേ രണ്ടായത്തോതി കൊടുക്ക്. അമാനി മൗലവി പഠിക്കട്ടെ, രണ്ടായത്തോതി കൊടുക്ക്. അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ട് നേരെ അർത്ഥം പറയാൻ പറ്റാത്തവന്മാരെ പറയും. സഹോദരങ്ങളെ, അതാണ് ഇവിടെ വന്നുകൊണ്ട് സത്യത്തിൽ എന്ത് ചെയ്ത് അമാനി മൗലവിയുടെ പേരിൽ പോലും പച്ച കളവ് പറഞ്ഞു പോയത് അല്ലേ? അപ്പൊ ഇതാണ് സാക്ഷാൽ മടവൂരിസം തലക്ക് കയറിയാൽ ഉണ്ടാകുന്ന അവസ്ഥ. മടവൂരികൾ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം തുളച്ചു പുറത്തു പോയപ്പോൾ അവർക്ക് കൈകളിൽ സലഫിയത്തില്ലാത്തത് കൊണ്ട് തന്നെ നിലനിൽപ്പ് അനിവാര്യമായി വന്ന സമയത്ത് അവർ പൊട്ടിച്ചൊരു ബോംബാണ് ഏത്? മുജാഹിദുകൾ ഇതാ അന്ധവിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നു, ജിന്ന് സേവയിലേക്കും പിശാച് പൂജയിലേക്കും പോയിരിക്കുന്നു. അതിന് കൃത്യമായി മുജാഹിദ് വേദികളിൽ മറുപടി പറഞ്ഞ മനുഷ്യൻ താൽക്കാലിക ദുനിയാവിന് വേണ്ടി ആരുടെയൊക്കെ ചട്ടുകമായി മാറിയാൽ എന്താണ് സഹോദരങ്ങളെ അവസ്ഥ? അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, ഇവിടെ അനസ് മുസ്ലിയാർ വന്നുകൊണ്ട് കാര്യമായി മുവഹിദുകളായ ആദർശബോധമുള്ള മുജാഹിദുകൾക്ക് നേരെ ഉന്നയിച്ച ഒരു വലിയ ആരോപണം, അവര് പടച്ചു തമ്പുരാന്റെ കൂടെ ജിന്നുകളോടും മലക്കുകളോടുമൊക്കെ സഹായം തേടാം, അത് ശിർക്കല്ല എന്ന വാദക്കാരാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലുടനീളം കടന്നു വന്നിട്ടുള്ള കറുത്ത കുർബാന എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ഒരു വിഭാഗം ഇപ്പോൾ സാത്താൻ സേവയിലൂടെ വളരെ വൃത്തികെട്ട ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാസമ്പന്നരായ ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങോട്ടുള്ള ഒരു വിളിയാണ് സത്യത്തിൽ ഇവിടെ കേരളത്തിൽ ഇത് ശിർക്കല്ല എന്ന വാദത്തിലൂടെ ഇവർ കൊണ്ടുവരുന്നത്. എന്തുമാത്രം ഒരു ആരോപണമാണ് സഹോദരങ്ങളെ ഉന്നയിക്കുന്നത്. ഇവിടെ ആരാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ജിന്നിനോട് സഹായം തേടണമെന്ന് പറയുന്നവർ? അത് അനുവദനീയമാണെന്ന് എവിടെ പറഞ്ഞു? എവിടെയും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇല്ലാത്തൊരാരോപണം ഇവർ ഉന്നയിച്ച് സഹോദരങ്ങളെ നിലനിൽപ്പ് തേടുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് ബോധ്യമാകാൻ ഇതേ അനസ് മുസ്ലിയാർ തന്നെ, ഇയാളുടെ കൂടെ കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും ഓടി നടക്കുന്ന ഹനീഫ് കായക്കൊടിയും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ ഇന്ന് ശിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹ് മാസികക്ക് നേരെ, അത് എഴുതിയിട്ടുള്ള ഗ്രന്ഥകർത്താവിന് നേരെ വർഷങ്ങൾക്ക് മുമ്പ് മടവൂരികൾ ഇതുപോലെ ശിർക്ക് ആരോപിച്ചപ്പോൾ ആ ഇസ്ലാഹ് മാസിക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നവര് ഉന്നയിച്ച വാചകങ്ങൾ പോലും കൃത്യമായി വായിച്ചുകൊണ്ട് സഹോദരങ്ങളെ മുജാഹിദുകൾ കെട്ടിക്കൊടുത്ത വേദിയിൽ ഈ മുസ്ലിയാർ അടങ്ങുന്ന ആളുകൾ മറുപടി നൽകിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ കാര്യം കൃത്യമായി നിങ്ങളൊന്ന് കേൾക്കുക. ജബ്ബാർ മൗലവിക്ക് അങ്ങനെ വാദമില്ല എന്ന് പറയുമ്പോൾ ജബ്ബാർ മൗലവിയുടെ എനിക്കങ്ങനെ വാദമില്ല എന്നുള്ള കൃത്യമായ വീഡിയോ ക്ലിപ്പിംഗ് വരെ നാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും കൂടെ ബോധ്യമാകാൻ വേണ്ടിയാണ് എന്ന് ഉണർത്തുകയാണ്. കേട്ടോളൂ. പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത്. അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം, വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കുന്നു.
അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം മുഷിയാക്കന്മാരുമായി സംവാദങ്ങൾ നടത്തുന്നു. ഇത് കണ്ടപ്പോൾ ഹാലിളകിയ ഒരു വിഭാഗം, നമ്മുടെ നാട്ടിൽ അഡ്രസ് ഇല്ലാതെ പോയൊരു വിഭാഗം, അവർക്ക് വല്ലാത്ത പ്രയാസമായി. അവർ നാടുനീളെ പ്രചരിപ്പിച്ചു, ജിന്നിനോട് പ്രാർത്ഥിക്കാമോ എന്ന് കുന്നത്തേരി സംവാദത്തിൽ വെച്ച് ചോദിച്ചിട്ട് മുജാഹിദ് മൗലവിമാര് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടുനീളെ പ്രചരിപ്പിച്ചു. എന്ന് മാത്രമല്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന പച്ച നുണ നമ്മുടെ നാടുനീളെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ നുണ പ്രചരിപ്പിക്കുമ്പോൾ, ഈ കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് അതിനു വേണ്ടി അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ഈ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹ് അഥവാ ആ ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക, ഈ ഇസ്ലാഹ് മാസികയിൽ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട്. എന്താണ് ആ ലേഖനം എന്നറിയുമോ? നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ അമ്പലക്കടവ് ഫൈസി, നേരത്തെ കണ്ട അമ്പലക്കടവ് ഫൈസി, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല, ഭൗതികം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട്, അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം, ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ, ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദുകൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ, ദൃശ്യാദൃശ്യ വിശദീകരണം നടത്തുമ്പോൾ, കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ, അഭൗതിക ഭൗതിക വ്യത്യാസങ്ങളെ വിശദീകരിക്കുമ്പോൾ, അങ്ങനെ കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ചുട്ട മറുപടി മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പും നൽകാറുണ്ട്, ഇപ്പോഴും നൽകാറുണ്ട്, എന്നും നൽകാറുണ്ട്. അങ്ങനെ പൊതുവായി എല്ലാവരും നൽകാറുള്ള ഒരു മറുപടിക്ക് സമാനമായ മറുപടി ജബ്ബാർ മൗലവി നൽകിയപ്പോൾ സാധാരണക്കാർക്ക് അവർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിൽ നിന്ന് ആ ലേഖനത്തിന്റെ ഒരു പരാമർശത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഊരു ചുറ്റുന്ന മടവൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ പരാമർശം എന്നറിയുമോ? ഞാൻ വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ആ പരാമർശം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വടിയെറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ജിന്നുകളോട് അതേ പ്രകാരം മലക്കുകളോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവരോട് സഹായം തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം. അത് പറയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാര്യം പറയട്ടെ. തെറ്റുകളോട് ആരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കൽ ചുരുക്കാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്നാൽ ജിന്നുകളോടോ മലക്കുകളോടോ സഹായം തേടാമെന്നോ ഈ ആരോപിക്കപ്പെടുന്ന ഇങ്ങനെ പറയുന്ന പ്രസിദ്ധീകരണങ്ങളിൽ എവിടെയും അങ്ങനെ ഈ ആരോപിക്കപ്പെടുന്ന 2007 ഏപ്രിൽ മാസത്തില് ഇസ്രായേൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഇസ്രായേൽ അങ്ങനെ വേണം തേടണം എന്നത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എപ്പോഴാണ് പ്രാർത്ഥന ആവുക, പ്രാർത്ഥന ആവാതിരിക്കുക എന്നുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ വിശദീകരണത്തിലൂടെ കാര്യം മനസ്സിലാക്കുക. ഇവിടെ എങ്ങനെ തേടണമെന്നോ തേടാമെന്നോ
അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണേ എന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. നേരെ മറിച്ച് ഭൗതിക വ്യത്യാസം എന്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം, പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചനുണ പറഞ്ഞു പരത്തുകയാണ്. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാറുള്ളത്. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി മാറി യഥാർത്ഥത്തിൽ ഈ കോക്കസിന്റെ കുപ്രചരണങ്ങൾ മാത്രം കാതോർക്കുന്നവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പൊ ഞാൻ എന്താ വിശദീകരിക്കേണ്ടത്? ഒന്നും വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ കാലങ്ങളിൽ മടവൂരികൾ എന്തൊക്കെയാണോ ആ ഇസ്ലാഹ് മാസിക ഉപയോഗിച്ച്, ആ ലേഖകനെ ഉപയോഗിച്ച്, അതിൻ്റെ ആദർശ പ്രബോധകരെ എങ്ങനെയാണോ അവര് സമൂഹ മധ്യത്തിൽ തേജോധം ചെയ്തത്, അതേ പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ ഈ മുസ്ലിയാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ ബേജാറാകണ്ട. ഇത് പടച്ചോ നമുക്ക് തന്നൊരു പരീക്ഷണമാണ്. ഈ സാധനം ഇതെങ്ങാനും ആ കോക്കസിന്റെ കുപ്രചരണങ്ങളില് സഹോദരങ്ങളെ വശംബദനായി അങ്ങോട്ട് പോകാതെ ഈ കുളച്ചണ്ട എങ്ങാനും പട തങ്ങി നിന്നിരുന്ന നിങ്ങളുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ ചേരേണ്ടവർ തന്നെയാണ്. അത് അവിടെ ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ കപട നിലപാട് കൃത്യമായി നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതനും അങ്ങനെ ഒരു വിശ്വാസമേ ഒരു വാദമേ ഇല്ല എന്ന് മുസ്ലിയാർ ചങ്കുകീറി പ്രസംഗിക്കുന്നു. എന്നിട്ട് അതേ ഇസ്ലാഹ് വായിച്ചുകൊണ്ടാണ് ഇവിടെ സക്കരിയ സുലാഹിക്ക് നേരെ അദ്ദേഹം ശിർക്ക് ആരോപിച്ചത്. എന്ത്? ജിന്നിനെ വിളിച്ച് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വലിയ നേതാവ് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ആ ഇസ്ലാഹ് മാസികയിലെ തൊട്ടപ്പുറത്തുള്ള ഒരു ഖണ്ഡിക വായിച്ചു കൊടുത്തു. ഏതാ? രാത്രിയുടെ മറവിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഒരു പ്രകാശം, ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിന്റെ ഉടമ ഒരു ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ജിന്നിനോട് എനിക്കൊരു വെളിച്ചം തരുമോ എന്ന് ചോദിച്ചാൽ അതിൽ അഭൗതികതയില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പ്രതീക്ഷ അതിലില്ല. അതുകൊണ്ട് തന്നെ ആ വിളി അത് പ്രാർത്ഥനയല്ല, അതുകൊണ്ട് തന്നെ അത് ശിർക്കുമല്ല. അതിന്റെ അർത്ഥം എന്താ? ഇരുട്ടത്ത് തപ്പിത്തറിയുന്ന ആള് ജിന്നിനെ വിളിക്കണം എന്നാണോ? ജിന്നുകളെ സഹായത്തിന് വിളിക്കണം എന്നാണോ? അല്ല. ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്താണ്, അധീനം എന്താണ് എന്നുള്ളത് കൃത്യമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? ഹമീദ് വൈസി അമ്പലക്കടവ് സത്യധാരയിൽ അല്ലാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ മറഞ്ഞ വഴിയും തെളിഞ്ഞ വഴിയും സൃഷ്ടികൈവും മനുഷ്യകൈവും ഒക്കെ കൂട്ടിക്കുഴച്ച് നന്നായി തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അന്ധവിശ്വാസത്തിന് മുനയടിക്കുന്ന ഒരു ലേഖനമാണ് തൗഹീദിന്റെ അക്ഷരശബ്ദമായ ഇസ്ലാഹിൽ സഹോദരങ്ങളെ കൃത്യമായി രചിച്ചത്. അത് സന്ദർഭത്തിൽ നിർത്തിയെടുത്ത് മടവൂരികൾ ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ അതിന്റെ മുജാഹിദികൾ കെട്ടിക്കൊടുത്ത വേദിയിൽ ആർജവത്തോടുകൂടി മറുപടി പറഞ്ഞ മുസ്ലിയാർ ഇന്ന് അതേ ഇസ്ലാഹ് മാസികയിൽ അപ്പുറത്തെ കോട്ടിങ് എടുത്ത് വായിച്ച് നമുക്ക് നേരെ ശിർക്ക് ആരോപിക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിലപാടിനെ പറ്റി നമ്മൾ പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആലോചിച്ചു നോക്കണം. ഇവിടെ അദ്ദേഹം ചെയ്ത ഏറ്റവും നിഷ്ഠൂരമായ പ്രവർത്തനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇവിടെ ശിർക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി, പച്ചയായ ശിർക്കിന് വേണ്ടി ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്ന മുസ്ലിയാക്കന്മാരിൽപ്പെട്ട കാന്തപുര വിഭാഗത്തിൽപ്പെട്ട നൗഷാദ് ഹസനി, ഈ നൗഷാദ് ഹസനി സഹോദരങ്ങളെ ഒരു മുഖാമുഖത്തില് ഒരാൾക്ക് നൽകുന്ന ഒരു മറുപടി, ആ മറുപടി സക്കരിയ സലാഹിന്റെ ഒരു ക്ലിപ്പിട്ട് കൊണ്ട് നൽകിയിട്ടുള്ള മറുപടി എന്താണ്? ആ മറുപടിയിൽ പറയുന്നത് മനുഷ്യരുടെ കഴിവിന് അതീതമായത് ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്നായിരുന്നു മുജാഹിദികൾ ഇത്ര കാലം പറഞ്ഞിരുന്നത്. എന്നാൽ സക്കരിയ സലാഹി പുതിയ വാദവുമായി കടന്നു വന്ന് മനുഷ്യ കൈവെന്ന് മാറ്റി സൃഷ്ടി കൈവ് എന്നാക്കി. അത് എന്തിനാണ്? ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് ആന, ആ വലിയ ആനയെ കൊണ്ട് മരം വലിപ്പിച്ചാൽ മനുഷ്യ കൈവിന് അതീതമായ ഒരു കാര്യം സൃഷ്ടിയായ ആനയോട് തേടിയാൽ ശിർക്കാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ജിന്നുകളോട് സഹായം തേടാൻ വേണ്ടിയിട്ടാണ് എന്ന് നൗഷാദ് ഹസനി പറയാ. സഹോദരങ്ങളെ, ഈ ഖുറാഫി മുസ്ലിയാര് ഈ വാദം കൊണ്ടുവരുന്നത് എന്തിനാ? നമുക്കില്ലാത്തൊരു വാദം നമ്മുടെ മേലെ കെട്ടിവെക്കുന്നത് എന്തിനാ? അതിനെ കൊടുപ്പുന്നെങ്കിലും വെച്ച് വ്യാഖ്യാനിക്കുന്നത് എന്തിനാ? തൗഹീദ് പ്രസ്ഥാനം നിലനിൽക്കാനുള്ള ആത്മാർത്ഥമായ താല്പര്യം കൊണ്ടാ? അല്ല.
ഇത് ഇവനെ പോലെയുള്ള മുസ്ലിയാക്കന്മാര് ഹനീഫ് കായക്കുടി, മനസ്സ് മുസ്ലിയാരും, നാസർ സുല്ലമി എന്ന മടവൂരി ചാരനും ഇനി വരാനിരിക്കുന്നവരുമൊക്കെ എന്റെ ക്ലിപ്പ് നന്നായി KNM-ന്റെ വേദിയിൽ ഉപയോഗപ്പെടുത്തും. അവർക്കറിയാം, അതിനുവേണ്ടി അവർ ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഹുസൈൻ സലഫിയുടെ ഒരു ക്ലിപ്പ് ഫിറ്റാക്കി. ഹുസൈൻ സലഫി എന്ത് പറയുന്നു? മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് നമുക്ക് അവലംബിക്കാവുന്ന ഒരേ ശക്തിയേ ഉള്ളൂ, അല്ലാഹു തആല. അവിടെ ജിന്നില്ല, മലക്കില്ല, മരിച്ചുപോയ മഹാത്മാക്കളില്ല. എന്നിട്ട് ഹുസൈൻ സലഫിന് ഒരു താങ്ങല് എന്ത്? ആ ആദർശത്തിലാണ് ഇന്നും മുജാഹിദ് പ്രസ്ഥാനമുള്ളത്. നിങ്ങളതിൽ നിന്ന് ജിന്നുവാദികളുടെ കൂടെ പോയി പിഴച്ചില്ലേ? ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്തത്. അപ്പൊ ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഈ ആരോപണവും മടവൂരികൾ മുമ്പ് ഉന്നയിച്ചതാണ്. ഏത്? മുജാഹിദ് പ്രസ്ഥാനം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആ ചോദിക്കലാണ് പ്രാർത്ഥന എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇവർ ജിന്നുവാദം കൊണ്ടുവന്നപ്പോൾ മനുഷ്യ കഴിവ് മാറ്റി സൃഷ്ടി കഴിവിന് അതീതം എന്നാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർവചനം മാറ്റി എന്ന ഈ ആരോപണം മടവൂരികൾ ഉന്നയിച്ചപ്പോൾ അന്നും മടവൂരികളുടെ ഈ ആരോപണത്തിന്റെ ക്ലിപ്പിട്ട് അനസ് മുസ്ലിയാരാണ് മുജാഹിദ് വേദിയിൽ നിന്ന് മറുപടി കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. ഇന്ന് ആ സഖാബിയുടെ ക്ലിപ്പിട്ടുകൊണ്ടാണ് അതേ മുസ്ലിയാര് ആ ഒരു വിഷയം അവിടെ മറച്ചു വെച്ച് അദ്ദേഹം സക്കരിയ സ്വലായി നിർവചനം മാറ്റിയതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് ഖുറാഫികൾ പോലും പറയുന്നു. ഇപ്പൊ സ്വഹീൽ ബുഖാരി എന്നല്ല, തെളിവേദ നൗഷാദ് ഹസനി, AP സുന്നിയാളെ മുഖാമുഖം, ഇതൊക്കെയാണ് ഇപ്പൊ മൂപ്പര കാര്യമായ ജീവവായു. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള വിഷയം മനസ്സിലാക്കാൻ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഈ മുസ്ലിയാർ തന്നെ നമ്മൾ നിർവചനം മാറ്റിയിട്ടില്ല. മനുഷ്യ കഴിവ് എന്നല്ല, സൃഷ്ടി കഴിവിന് അതീതമായത് ചോദിക്കൽ തന്നെയാണ് പ്രാർത്ഥന എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞത് കൃത്യമായി പുസ്തകം വായിച്ച് മടവൂരികളുടെ ആരോപണത്തിന് മറുപടി കൊടുക്കുന്നത് നിങ്ങൾ കേൾക്കൂ. അപ്പോൾ ഇവിടെ ഖുറാഫികളുടെ ക്ലിപ്പിട്ട് നമുക്ക് നേരെ ശിർക്ക് ആരോപിച്ച മുസ്ലിയാർക്ക് കരിമ്പ് പോലും ഈ പ്രസ്ഥാനത്തിനോടോ ഈ ആദർശത്തിനോടോ താല്പര്യവും ഈ പിന്നെ ഇഷ്ടവുമില്ല എന്ന് ബോധ്യപ്പെടും. കേട്ടോളൂ. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന് എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. ഇൻഷാ അല്ലാഹ് നിർവചനം നമ്മൾ കേൾപ്പിച്ചു തരാം. അവർ മാറ്റിയ നിർവചനം, മാറ്റിയ നിർവചനം കേൾപ്പിച്ചരാണ്. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കൽ, അതാണ് പ്രാർത്ഥന. അത് മുജാഹിദിൽ മാറ്റിയ നിർവചനമാണ് എന്ന്. അത് നമ്മൾ പിന്നെ കേൾപ്പിക്കുന്നു. മുയിലാരി കേൾപ്പിക്കണ്ട, ഞങ്ങൾ കേൾപ്പിച്ചരാ. എവിടുന്നല്ലേ? ഇത് യുവത ഇറക്കിയ ബുക്ക്, ലേറ്റസ്റ്റ് ബുക്കാണ്. യുവത ഇറക്കിയ ബുക്ക്. യുവത എന്ന് പറഞ്ഞാല് മടവൂരികളുടെ പ്രസിദ്ധീകരണാലയം. ആരുടെ ഫത്വ? KM മൗലവിയുടെ ഫത്വ. ഏത്? KM മൗലവിയുടെ ഫത്വ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ, അദ്ദേഹം കൊടുത്ത ഫത്വ KM മൗലവി. ആ KM മൗലവിയുടെ ഫത്വകൾ ഇതൊന്ന് വായിച്ച് പഠിച്ചൂടെ മദനി? നന്നായിട്ട്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം? ഞങ്ങളൊക്കെ സുന്നിയായിരുന്നു. ആ സുന്നിയായിരുന്ന ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതൊക്കെ വായിച്ച് പഠിച്ച് ആദർശം പഠിച്ചിട്ടാ വാദോറേ നടക്കണത്. ഈ മദനി എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കണുണ്ടല്ലോ. ഒന്ന് വായിച്ചൂടെ ഈ ബുക്ക്? KM മൗലവിയുടെ ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂടെ? ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. മുജാഹിദികൾ മാറ്റിയ, മുജാഹിദികൾ തിരുത്തിയ നിർവചനാണ്, പുതിയ നിർവചനം ഉണ്ടാക്കിയതാണ്. എന്നാ ഇതിന്റെ 136-ാമത്തെ പേജ് കേട്ടോ. KM മൗലവിയുടെ ഫത്വ. KM മൗലവിയുടെ ഫത്വ. അത് KNM പബ്ലിഷ് ചെയ്തല്ല, യുവത പബ്ലിഷ് ചെയ്തത്. CP ഉമർ സുല്ലമി. ആ CP ഉമർ സുല്ലമിയാണ് ഇതിന് അദ്ദേഹമാണ് ആമുഖം എഴുതിയിട്ടുള്ളത്. CP ഉമർ സുല്ലമി ആമുഖം എഴുതിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കൃത്യമായി കേട്ടോളൂ. അതായത് എഴുതി വെക്കണം. അതായത് അള്ളാഹുവിന്റെ ശക്തിയിൽ മാത്രമുള്ളതും സൃഷ്ടികളുടെ ശക്തിക്കപ്പുറത്തുള്ളതുമായ രക്ഷയോ സഹായമോ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരുവാൻ വേണ്ടിയുള്ള ദുആ. എന്റെ ബ്രാക്കറ്റിൽ വളരെ അങ്ങേയറ്റമുള്ള താഴ്മയോടുകൂടിയുള്ള അപേക്ഷ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. അപ്പൊ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് പുതിയ നിർവചനമല്ല, KM മൗലവി എഴുതിയ നിർവചനം. ഇനി ആ നിർവചനം നിങ്ങൾക്ക് പറ്റൂലേ എങ്കിൽ ഇത് പ്രാർത്ഥന തൗഹീദ്, യുവത തന്നെ ഇറക്കിയ ബുക്ക്, യുവത എഴുതിയ ബുക്ക്, പ്രാർത്ഥന തൗഹീദ്, ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി എഴുതിയ ബുക്ക്. ഇതിൽ കേട്ടോളൂ. എന്താ ഇതിൽ പറയുന്നത്? ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. സൃഷ്ടികൾക്ക് ഒരാൾക്കും കൊടുക്കാത്ത കഴിവ്. ആ കഴിവാണ് അഭൗതികം എന്ന് പറയുമ്പോൾ
മുജാഹിദുകൾ ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായി പ്രാർത്ഥന തൗഹീദ് ബുക്ക്. ഇതിപ്പോ താഹ ബുക്ക് സ്റ്റാളിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാ. താഹ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒറിജിനൽ ബുക്ക്. ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ബുക്ക് വായിച്ചു നോക്കൂ, പരിശോധിക്കൂ. അപ്പൊ പുതിയ നിർവചനമാണോ ഇത്? ഒരിക്കലും പുതിയ നിർവചനമല്ല. കൃത്യമായി ഇതിൽ തന്നെ കാണാം. ഇത് ഇടക്ക് മൂപ്പര് വരുത്താൻ ശ്രമിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ 2 ബുക്ക് ഞാൻ ഇപ്പൊ സമർത്ഥിക്കുന്നുള്ളൂ. ഇനിയും കൃത്യമായി തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കാറുണ്ട്. ആവശ്യമെങ്കിൽ പിന്നെ ഉദ്ധരിക്കാം. ഇനി നിങ്ങൾ ഉദ്ധരിക്കണ്ട. നിങ്ങളുടെ നിലവാരം എന്താണ് ഈ സമുദായം കൃത്യമായിട്ട് അളന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ബുക്കൊക്കെ ചെതറ് പിടിച്ചു പോകുന്നതിന് പകരം ഉപകാരപ്പെടും ഞങ്ങൾക്ക്. നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് മറുപടി ഞങ്ങൾക്ക് വേണം നാളെ. ഇനി എന്തിനാ ഞങ്ങൾക്കത്? മടവൂരികൾക്കെതിരെ ഇതിന്റെ ആവശ്യമല്ലല്ലോ, ഖുറാഫികൾക്കെതിരെ അത് പറയേണ്ട ആവശ്യമല്ലല്ലോ. കാരണം എന്താ? അവിടെ ഒന്നും മറുപടി പ്രസംഗത്തിന് പോകുന്നില്ല മുസ്ലിയാർ. ഇപ്പോ കാര്യമായിട്ടും മുസ്ലിയാരെ പണി എന്താണ്? വഹീദുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ച് നടക്കുക. അതിന് ഈ അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ തന്നെ ചില ആളുകളും സഹോദരങ്ങള് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തു. ഇത് സത്യത്തിൽ എന്താന്ന് ചോദിച്ചാൽ, പണ്ട് മടവൂരികൾ ഇതിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവർക്ക് നിലനിൽക്കാൻ വേണ്ടി ഒരു ആരോപണം ഉന്നയിച്ചതുപോലെ 2012 KNM-ന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ യൂണിറ്റ് മുതൽ സംസ്ഥാന തലം വരെ തങ്ങളുടേതായ ആളുകളെ ഈ പ്രസ്ഥാനത്തിനകത്ത് നേതൃനിരയിൽ കോർക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി ഇവര് ഉണ്ടാക്കിയ ഒരു ആരോപണമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ചതാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ചതാണ്. അതിന് ഏറ്റവും നല്ല ഔഷധം എന്താന്ന് ചോദിച്ചാൽ പുണ്ണാക്ക് കൊണ്ട് മെഴുക്കളിയാന്ന് പറയും നാടന്മാര് പറയണ പോലെ. എന്താ പുണ്ണാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കൊപ്ര ആട്ടിയിട്ടാ വെളിച്ചെണ്ണ ഉണ്ടാകുക. ഈ വെളിച്ചെണ്ണ കയ്യുമ്മലായ എന്താ ചെയ്യുന്ന നിങ്ങള്? ആ പുണ്ണാക്ക് എടുത്തിട്ട് കൈമലൊന്നാണ് തുടക്കും, ആണ്ട് ഇട്ടാ പ്രശ്നമാണ് ക്ലിയറായി. ആ പണിയാണ് ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത്. ഈ മുസ്ലിയാര് ഉണ്ടാക്കിയ പിത്തന ഈ മുസ്ലിയാരാകുന്ന പുണ്ണാക്കിനെ തന്നെ ഒന്നാണ്ട് വരുതിയ വിഷയം തീർന്നു. കൃത്യമായി കേട്ടോളൂ. മുജാഹിദികൾക്ക് നേരെ മുസ്ലിയാക്കന്മാരും മടവൂരികളോടൊപ്പം ചേർന്ന് ഉന്നയിച്ച ആരോപണത്തിന്റെ നേർപതിപ്പാണ് ഇയാൾ കൊണ്ടടക്കുന്നത്. സക്കരിയ സ്വലാഹിയെ ശിർക്ക് ഇസ്ലാഹ് മാസികയിൽ ഒരു വാചകം കോട്ടിങ് ചെയ്ത് ഇയാള് 3 തവണ അങ്ങനെ ആവർത്തിച്ചിട്ടു. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇയാളൊക്കെ സക്കരിയ സ്വലാഹി പറഞ്ഞതിനപ്പുറം കടന്നു പറഞ്ഞ ആളാ ഈ വിഷയങ്ങൾ. കേട്ടോളൂ നിങ്ങൾ. ഒരു വാചകത്തിന്റെ തുണ്ടുദ്ധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം,